നമസ്കാരം. പ്രത്യേകിച്ച് ഇൻട്രോയോ കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയൂല്ല, അങ്ങനെ പരിചയിച്ച ശീലവും ഇല്ല. അതുകൊണ്ട് പറയാൻ വന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രം പറഞ്ഞിട്ട് പോവാട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നിലവിൽ കാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തെ എക്സ്പീരിയൻസോടെ 18 വയസ്സ് കഴിഞ്ഞവരുടെ കയ്യിൽ UK ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് അറൈവ ബസ്സിൽ നിലവിൽ വേക്കൻസി ഉണ്ട്. അതായത് ഡ്രൈവറായിട്ട് വേക്കൻസി എടുപ്പെട്ടു. ഈ അറൈവ ബസ്സിന് ഡ്രൈവറായിട്ട് കയറേണ്ട ആ ഇന്റർവ്യൂവും അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വിശദീകരിക്കലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസിന് 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതും വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ വെക്കലാണ് ആദ്യത്തെ കടമ്പ. ഈ ഒരു ആപ്ലിക്കേഷൻ അവർ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവർ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിക്കും. ഈ ഇന്റർവ്യൂവിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇന്റർവ്യൂവിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ മാത്സിനും ഇംഗ്ലീഷിനും ഓരോ ടെസ്റ്റ് ഇവർ നടത്തും. ഈ എക്സാമിന് അതായത് മാത്സും ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയമുള്ള ടെസ്റ്റ് അല്ല, നമ്മുടെ ഒരു സാമാന്യബോധം ടെസ്റ്റ് ചെയ്യലാണ് ഈ മാത്സും ഇംഗ്ലീഷിന്റെ ടെസ്റ്റിൽ നടക്കുന്നത് എന്നാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. സോ പറഞ്ഞു വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ എക്സാമിന് ഇംഗ്ലീഷിനും മാത്സിന്റെ എക്സാമിന് പാസ്സായി കഴിഞ്ഞാൽ അവർ രണ്ടാമത് ഒരു 4-വീലർ വാനിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറോട് കൂടി നമ്മളെ ടെസ്റ്റിന് വിളിക്കും. ഈ ഒരു 4-വീലർ വാൻ ഉണ്ടല്ലോ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഇൻസ്ട്രക്ടർ നമ്മുടെ ഡ്രൈവിംഗിന്റെ ക്വാളിറ്റിയും അതുപോലെ നമ്മൾ ചെക്കിങ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു 4-വീലർ വാനിന്റെ ഡ്രൈവിംഗിൽ ടെസ്റ്റ് നമ്മൾ പാസ്സായാലുണ്ടല്ലോ, നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ്. നമ്മുടെ മെഡിക്കൽ കേപ്പബിലിറ്റി, നമ്മുടെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള മെഡിക്കൽ ടെസ്റ്റ്, നോർമൽ മെഡിക്കൽ ടെസ്റ്റ് തന്നെ. ഈ മെഡിക്കൽ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത്. ഈ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് വേക്കൻസികളെ പറ്റി അറിയാവോ, നമ്മുടെ ഇവിടുത്തെ ജോലികളെ പറ്റി അറിയാവോ, ഡ്രൈവിംഗിൽ നമുക്ക് എന്തോരം ധാരണയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഈ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാണ്ടല്ലോ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് നമുക്കൊരു ആപ്പ് തരുവാണ്. അതായത് നമ്മൾ നമ്മുടെ തിയറി ടെസ്റ്റിനൊക്കെ പഠിക്കാൻ നേരത്ത്, കാറിന്റെ തിയറി ടെസ്റ്റിന് പഠിക്കാൻ നേരത്ത് ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ തിയറി പഠിച്ചില്ലേ, അതുപോലെ തന്നെ തിയറി പഠിക്കാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ തരും. ഗവൺമെന്റ് തന്നെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തരും. അവർ തന്നെ അതിനുവേണ്ടിയുള്ള പേയ്മെന്റ് മുടക്കിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ തരുവാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ തരുവാണ്. അങ്ങനെ 2 ആഴ്ച നമുക്ക് പഠിക്കാനുള്ള അവസരം തരും. ഈ പഠിച്ചതിന് ശേഷമാണ് തിയറി ടെസ്റ്റ് വരുന്നത്. ഈ ഒരു തിയറി ടെസ്റ്റിൽ ഹസാർഡും വരുന്നുണ്ട്, CPC എന്ന് പറയും, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി എന്ന് പറയും. ഇതും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഈ 3 തിയറിക്ക് 100-ൽ 92 വേണം, ഹസാർഡിന് 70-ൽ 65 വേണം, CPC എന്ന് പറഞ്ഞ പരിപാടിക്ക് 50-ൽ 45 വേണം. അത് അത്യാവശ്യം കുറച്ച് പാടുള്ള പരിപാടിയാണ്, പക്ഷെ എഴുതിയെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു തിയറി എക്സാമിന് നമ്മൾ പാസ്സായാലുണ്ടല്ലോ, അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രാക്ടിക്കൽ എക്സാമിന് എപ്പോഴും ചെല്ലുമ്പോഴും നമ്മൾ കാർ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഷോ മീ ടെൽ മീ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെയാണ്, ടയർ എവിടെയാണ്, എഞ്ചിൻ എവിടെയാണ് തുടങ്ങിയുള്ള പരിപാടികളുണ്ടല്ലോ. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് മൈനോട്ട് ഡീറ്റെയിൽ അവർ ചോദിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് പാരലൽ പാർക്കിംഗ് ചെയ്യും. നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ബസ് വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തുവെങ്കിൽ നമുക്ക് അടുത്ത ഫൈനലായിട്ട് ഏറ്റവും ഫൈനലായിട്ട് DVLയുടെ ഒരു ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്കൊരു റോഡ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ കാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രാക്ടിക്കൽ ചെയ്തതുപോലെ തന്നെ DVLയുടെ ഒരു ഇൻസ്ട്രക്ടർ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഒരു റോഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യും. അതാണ് ഈ ഒരു പ്രോസസ്സിലെ ഏറ്റവും ഫൈനൽ പരിപാടി. ഇതിനകത്തും നമ്മൾ കൃത്യമായിട്ട് വണ്ടി നോക്കി ഓടിച്ച് നമ്മൾ ഹസാർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. നമുക്ക് ഓടിക്കുന്നതിലും കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് പാസ്സാവും. നമുക്ക് പിന്നെ സ്ട്രൈറ്റ് അവേ നെക്സ്റ്റ് ടൈം മുതൽ നമുക്ക് ജോലിക്ക് കയറാം. ഈ ഷാഡോ പരിപാടി എന്ന് പറയില്ല, അതുപോലെ ട്രെയിനിങ്ങിന് മുതലേ നമുക്ക് ഇവിടുന്ന് സാലറി കിട്ടി തുടങ്ങും. അതായത് ട്രെയിനിങ് മുതലേ നമുക്ക് സാലറി അപ്രൂവൽ ആണ് ഈ ഒരു ജോലിക്ക് എന്നുള്ളത് വേറൊരു പ്രത്യേകതയും കൂടിയാണ്. സോ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ പറയും പോലെ കുറച്ച് പേപ്പർ വർക്കുകളും തിയറിയും ഹസാർഡും മറ്റേ പ്രാക്ടിക്കലും വാനോടിക്കലും മെഡിക്കൽ ടെസ്റ്റും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ട് എങ്കിലും കാറിന്റെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഇരിപ്പുണ്ട് എങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ പറയും പോലെ ബസ് ഓടിക്കാൻ താല്പര്യം കൂടെ ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ അറൈവ ബസിന്റെ നിലവിൽ വന്നിരിക്കുന്ന ഡ്രൈവിംഗ് വേക്കൻസി എന്നുള്ളത്. ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനി അറിയണമെങ്കിൽ അറൈവയുടെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരങ്ങൾ കിടപ്പുന്നുണ്ട് കേട്ടോ. സോ താങ്ക് യു.